അദ്ദേഹം സർവേയറായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. രാകേഷ് കുച്ചായത്ത് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം വെസ്റ്റ് ബംഗാളിലെ ഈസ്റ്റ് മിഡ്നാപൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി നേരെ താലൂക്ക് ഹോസ്പിറ്റലിലെ വൈത്തിരിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എൻബാമിങ്ങിന് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് ഫാമിലി ഇവിടെ വെച്ചുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്തു നാട്ടിലേക്ക് ബോഡി എത്തിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങും. ഇനി നമുക്ക് കിട്ടാനുള്ളത് പ്രോജക്റ്റ് മാനേജറായിട്ടുള്ള വിക്രം റാണയുടെ മിസ്സിംഗ് ആയിട്ടുള്ള സെർച്ചിങ്ങിലാണ്. ആ സെർച്ചിങ് പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ തുർക്കി ജീവനരക്ഷാ സമിതി അടക്കം ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതെ, തുർക്കി ജീവനരക്ഷാ സമിതിയെ ഇന്നലെ രാത്രി വിവരം അറിയിച്ചു. അവർ കുറച്ചുകൂടെ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളാണ്, സ്ഥലത്തെക്കുറിച്ചും പരിചയമുണ്ട്. അവരുടെ ഇന്ന് ഇവരുടെ കൂടെ ജോയിൻ ചെയ്യും പുറപ്പെട്ടിട്ടുണ്ട്. ഏകദേശം കുറച്ച് താഴെ ഭാഗത്താണ്, ഒരു 1.5-2 കിലോമീറ്റർ അതിൻ്റെ ഭാഗത്ത് ഒഴുക്കിൽപ്പെട്ടു പോയി എന്നുള്ളതാണല്ലോ അനുമാനം. അല്ല, നമ്മൾ ഒരു റൗണ്ട് പരിശോധന കഴിഞ്ഞതിന് ശേഷം ഇന്നലെ മീറ്റിങ്ങിൽ വെച്ചുകൊണ്ട് വീണ്ടും അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി എടുത്ത തീരുമാനമാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പ്രാദേശികമായിട്ടുള്ള ടീമിനെയും കൂടി അതിൻ്റെ കൂടെ വെച്ചിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? സെർച്ചിങ് ഇപ്പോൾ തേർഡ് സോണിലെ സെർച്ചിങ് ട്രാൻസ്ഫോമർ പരിസരത്ത് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞതനുസരിച്ചുള്ള ഒരു സെർച്ചിങ് പുരോഗമിക്കുകയാണ്. അപ്പോൾ അത് മൂന്നാമത്തെ സോണിൽ ഒരാളും കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് വീഡിയോയും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരും പറഞ്ഞ നിഗമനത്തിൻ്റെ അടിസ്ഥാനം. പക്ഷേ അത് ചിലപ്പോൾ ആ ഹൈറ്റിൽ അതും കടന്ന് മീനാക്ഷി പുഴയിലേക്ക് എത്തി അവിടുന്ന് ഒഴുകി പോകാവുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ എല്ലാ സാധ്യതകളും പരിശോധിച്ചിട്ടുള്ള സ്കാനിങ് നടക്കും, സെർച്ചിങ് നടക്കും. ഇന്ന് കാലാവസ്ഥ പൊതുവെ അനുകൂലമായിട്ടുള്ള അവസ്ഥ മാക്സിമം ഉപയോഗപ്പെടുത്തും. കൂടുതൽ ബുദ്ധിമുട്ടായിട്ടില്ല കാലാവസ്ഥ. ഓക്കെ.